നമസ്കാരം അമ്മ. നമസ്കാരം. പേരെങ്ങനെയാ? അഞ്ജിതകുമാരി. എവിടെയാ വീട്? കല്ലറ പെരുന്തുരുത്ത്. ഏത് ജില്ലയാ? കോട്ടയം. എന്ത് അസുഖമായിട്ടായിരുന്നു വന്നത്? എനിക്ക് കൈയുടെ ഇവിടെല്ലാം വെള്ളം ചൊറിഞ്ഞു പൊട്ടുക, കാല് ചൊറിഞ്ഞു പൊട്ട്, മുഖമൊക്കെ ചൊറിയ, കറക്കുക, അങ്ങനെയായിരുന്നു. നമ്മളിവിടെ വന്ന് അലർജി ടെസ്റ്റ് ചെയ്തായിരുന്നു അല്ലേ? ചെയ്തായിരുന്നു. അതിൻ്റെ കൃത്യത എങ്ങനെയുണ്ടായിരുന്നു? അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കിയപ്പോഴത്തേക്കും ഈ അലർജി സ്വല്പം കുറഞ്ഞതായിട്ട് തോന്നിയോ? കുറവ് മാറ്റാൻ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇഞ്ചക്ഷനും എടുത്തായിരുന്നു? 2 ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു. അതിൻ്റെ മരുന്നും എടുത്തു അല്ലേ? ടാബ്ലറ്റ്. ഇപ്പം ഇമ്മ്യൂണോതെറാപ്പി നമ്മൾ തുള്ളി മരുന്നായിട്ട് എടുക്കുവാണ് അല്ലേ? ഇപ്പോൾ എത്ര ശതമാനത്തോളം കുറഞ്ഞിട്ടുണ്ട് ചൊറിച്ചിലും കാര്യങ്ങളും ഒക്കെ? ഒരു 75% കുറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ടും മാറട്ടെ അമ്മ. ഇത് എത്ര വർഷമായിട്ടുള്ള പ്രശ്നമാണ്? ഒരു വർഷമായിരുന്നു. ഇത്രയും കൂടുതലായിട്ട് ഒത്തിരി മരുന്നുകളൊക്കെ കഴിച്ചതാണല്ലേ? സിട്രസിനും അങ്ങനത്തെ മരുന്നുകളും ഒക്കെ കഴിച്ചായിരുന്നു? പിന്നെ ആയുർവേദം കഴിച്ചായിരുന്നു. ആദ്യം ആയുർവേദമായിരുന്നു കഴിച്ചത്. കഴിച്ചിട്ടും സിട്രസിനൊന്നും കഴിച്ചിട്ട് ഒട്ടും കുറഞ്ഞില്ല. ഇപ്പം എന്തായാലും നല്ല ആശ്വാസം ഉണ്ടല്ലോ. ഒത്തിരി സന്തോഷം അമ്മ. മെയിനായിട്ടും കഴുത്തിൽ, പിന്നെ തലയിൽ, കൈകളിൽ ഒക്കെ ആയിരുന്നു. പാരസെറ്റമോളിനും അലർജി ഉണ്ടായിരുന്നു അല്ലേ? മരുന്നുകൾക്കും അലർജി ഉണ്ടായിരുന്നു. നമുക്കെന്തായാലും ഈ അലർജി എല്ലാം പൂർണ്ണമായിട്ടും മാറും കേട്ടോ. അലർജി ഉള്ള വസ്തുക്കൾ നമ്മൾ ആ ടെസ്റ്റിൽ കണ്ടുപിടിച്ചിരിക്കുന്നത് പോലെ പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് കാണുന്നത് അളവ് കുറയ്ക്കാൻ നോക്കുക കേട്ടോ. അങ്ങനെ ശ്രദ്ധിച്ചു പോയെന്നാൽ തന്നെ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. എന്തായാലും ഇമ്മ്യൂണോതെറാപ്പി എടുക്കുമ്പോഴത്തേക്കും ഈ അലർജി ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഒരുപാട് കുറഞ്ഞിരിക്കും. എന്തായാലും ഒത്തിരി സന്തോഷം. അമ്മയുടെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ? 70 34 ഓക്കെ. അപ്പം ആർക്കെങ്കിലും ഇങ്ങനെയുള്ള അസുഖങ്ങളായിട്ടുള്ളവർക്ക് അമ്മയൊന്ന് വിളിച്ച് സംസാരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇതിനെക്കുറിച്ചൊന്ന് പറയാനായിട്ട് അലർജി ടെസ്റ്റിനെ കുറിച്ചും ഇമ്മ്യൂണോതെറാപ്പിയെ പറ്റി അറിയേണ്ടവർക്ക് നമ്മുടെ അപ്പോയിൻമെൻറ്റ് നമ്പറിലും വിളിക്കാവുന്നതാണ്. എന്തായാലും ഒത്തിരി സന്തോഷം അമ്മ. ഇങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്യാനായിട്ട് കാണിച്ച നല്ല മനസ്സിന് നന്ദി. അപ്പോൾ നമുക്ക് അജിതകുമാരി അമ്മയുടെ അനുഭവം കേട്ടതുപോലെ ഇതുപോലെ അസുഖങ്ങളുള്ളവർക്ക് നമ്മുടെ ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചെന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയിക്കാവുന്നതാണ് കേട്ടോ. താങ്ക് യു. അപ്പോൾ മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്.